നമസ്കാരം. നമ്മൾ ഈ 2026 കാലഘട്ടം ആയിക്കോട്ടെ, ഇനിയൊരു 4 വർഷം കഴിയുമ്പോൾ 2030 കാലഘട്ടം ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കാണുന്ന ഒരു ഹോസ്പിറ്റൽ ബില്ലിൻ്റെ ഡബിൾ ഇരട്ടിയായിരിക്കും ഒരു 5 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോൾ. അതാരും ചിന്തിക്കുന്നില്ല. ഇത് ചിന്തിക്കണം എപ്പോഴെന്ന് വെച്ചാൽ, ഒരു ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം പിടിപെടുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസിന് നമ്മൾ പനിയായിട്ട് അഡ്മിറ്റ് ആയാൽ പോലും ഒരു നല്ലൊരു എമൗണ്ട്, ചിലപ്പോൾ ന്യൂമോണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 2-3 ദിവസം അഡ്മിറ്റ് ആയി തന്നെ 10-25,000 രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വരും. അപ്പോഴാണ് നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പറ്റി ചിന്തിക്കുന്നതും അതിൻ്റെ വില നമ്മൾ അറിയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പറയുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മേജറായിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ അതായത് മേജറായിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടാൻ തന്നെ ചാൻസ് ഇല്ല ആ വ്യക്തിക്ക്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, 1, ഹാർട്ട് സംബന്ധമായിട്ട് അസുഖങ്ങൾ, ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തവർ, അങ്ങനെയൊക്കെ സ്റ്റെൻറ്റ് ഇട്ടവർ, അങ്ങനെയൊക്കെ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഇത് സംബന്ധമായിട്ട് റിസ്ക് കുറവാണ് എന്ന് തോന്നുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വൃക്ക രോഗം, കരൾ രോഗം, വാദത്തിൻ്റെ അസുഖം, ഈ ആമവാദം എന്ന് കേട്ടില്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള ആമവാദം, അതിനൊക്കെ തന്നെ വെള്ളപ്പാണ്ട്, ക്യാൻസർ, പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് വന്ന ഒരാൾക്ക്. അപ്പോൾ ഈ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖങ്ങൾ, അപ്പോൾ നമ്മൾ ജീവന് ഹാനി സംഭവിക്കുന്ന ഇത്തരം അസുഖങ്ങൾക്ക് വന്നൊരു ആൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു ദിവസം മുന്നേ നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം എന്നുള്ളത്. ഒരിക്കലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി താമസിക്കരുത്. ഇത് നിങ്ങളുടെ ഓപ്പണായിട്ട് പറയുന്നതാണ്. ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടും അല്ല. നമ്മൾ എടുത്തു വെക്കുക. കാര്യം ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫാമിലിക്ക് എടുത്തിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത്? എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, നമുക്ക് ഈ ആക്സിഡൻറ്റ് കവറേജൊക്കെ പോളിസി എടുത്ത് പിറ്റേ ദിവസത്തോട്ട് കിട്ടുന്നതിന് ആക്സിഡൻറ്റ്, ഫ്രാക്ചർ, പാമ്പ് കടി, ഷോക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ പറയുന്ന ഇൻസിഡൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കാമെന്നുണ്ടായതിന് അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക.